64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരവേദികളിലാണുള്ളത്. ഈ മത്സരങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ 5 വേദികളിലായിട്ടാണ് നടക്കുന്നത്. 1ാം വേദിയിൽ ഇപ്പോൾ പ്രസംഗ മത്സരമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് പ്രസംഗ മത്സര വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും മികച്ച 3 പ്രസംഗ മത്സരങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. സഹൃദയ സദസ്സിന് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുവന്ദ്യന്മാരെ നിന്ദിക്കുന്ന ഈ തലമുറയ്ക്ക് മുന്നിൽ ഞാനൊരു കഥ പറയട്ടെ. ഇത് വെറും കഥയല്ല, യാഥാർത്ഥ്യങ്ങൾ അരങ്ങേറിയ ഒരു ചരിത്രമാണ്. ഈ കഥ നടക്കുന്നത് 1500 BC മുതൽ 500 BC വരെയുള്ള കാലയളവിലാണ്. ഈ കഥ നമ്മോട് സംവദിക്കുന്നത് ഞാൻ മാത്രമല്ല, വേദകാലഘട്ടത്തിലെ ഒരു ഗുരു കൂടിയുണ്ട്. അതെ, ഈ കഥ നടക്കുന്നത് വേദകാലഘട്ടത്തിലാണ്. പുരാതന ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വികസിച്ചു വരുന്നത് വേദകാലഘട്ടത്തിൽ. വേദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ അതിനെ വേദ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാനം 4 വേദങ്ങളായിരുന്നു. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ പേരായ 4 വേദങ്ങളായിരുന്നു പ്രധാനം. വേദങ്ങൾ പഠിച്ചവർ വേദങ്ങൾ ഉരുവിട്ടുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടും ഇരുന്നു. അതിൽ ഒന്നായിരുന്നു സ്വദേശ് പൂജ്യതേ രാജ, വിദ്വാൻ സർവത്ര പൂജ്യതേ. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തിന്റെയും പുരാതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാണാത്ത സവിശേഷതകൾ വേദ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഉയർന്ന ജാതിക്കാർക്കും ബ്രഹ്മചാരികൾക്കും മാത്രമായിരുന്നു. ഗുരുകുലത്തിൽ നിന്നുമാണവൻ വിദ്യ അഭ്യസിച്ചിരുന്നതും. അതാ നോക്കൂ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വേദകാലഘട്ടത്തിലെ ഗുരുകുലത്തിന് മുന്നിലാണ്. അങ്ങ് പട്ടണത്തിൽ നിന്നും മാറി, ഗ്രാമത്തിൽ നിന്നും മാറി ഈ വനത്തിൽ ഇതാ ഒരു പുല്ലുമേഞ്ഞൊരാശ്രമം നിൽക്കുന്നില്ലേ? ഇതാണ് ഗുരുകുലം. ഇവിടെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഗുരുവിനോടൊപ്പം താമസിച്ചു വേണം വിദ്യാഭ്യാസം നടത്താൻ. ഗുരുവിനെയും ഗുരുവിന്റെ കുടുംബത്തെയും പോറ്റേണ്ടത് വിദ്യാർത്ഥികളായിരുന്നു. ഭിക്ഷ യാചിച്ചു വേണം അവരുടെ കുടുംബത്തെ നോക്കാൻ. അവിടുത്തെ വിദ്യാർത്ഥികളുടെ ജീവിതം ലളിതവും കർക്കശവുമായിരുന്നു. 2 തരം ബ്രഹ്മചാരികളാണ് ഉണ്ടായിരുന്നത്. ഉപകുർബണ ബ്രഹ്മചാരികൾ നിശ്ചിത കാലത്തേക്ക് പഠനം നടത്തി വിവാഹം കഴിച്ച് ഗൃഹസ്ഥ ജീവിതം നോക്കിയിരുന്നു. മറ്റൊന്ന് നൈഷ്ഠിക ബ്രഹ്മചാരികൾ. അവർ ആജീവനാന്ത കാലം വിദ്യാഭ്യാസം നടത്തിയിരുന്നു. അതാ വേദ വിദ്യാഭ്യാസ കാലത്തിന്റെ ഓരോ സവിശേഷതകളും എണ്ണി പറയുകയാണ് ഗുരു. നമുക്ക് കാതോർക്കാം. ആത്മീയവും മതപരവുമായ മൂല്യങ്ങളെ സ്വായത്തമാക്കാൻ പോകുന്നതായിരുന്നു വിദ്യാഭ്യാസം. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണവും ഗുണങ്ങളുടെ പ്രയോഗവും സ്വഭാവ ഗുണമുള്ള മനുഷ്യരാക്കി തീർക്കുവാൻ ഇവിടം കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ബ്രഹ്മചാരികൾ സമൂഹത്തിലേക്ക് തിരിച്ചുപോയി ദരിദ്രരെയും രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. വേദവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നത് മോചനമായിരുന്നു. മോചനം മറ്റൊന്നിന്റെയുമല്ല, ആത്മാവിന്റെ തന്നെ. അതെ, കേവലം അറിവ് നേടുക എന്നത് മാത്രമല്ല, മറിച്ച് വർത്തമാന ഭാവി ജീവിതങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുക. എങ്ങനെയാണ് പഠനം നടത്തിയിരുന്നത്? അധ്യാപകരെ വിദ്യാർത്ഥികൾ നിന്ദിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു കഥ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു എന്റെ കർത്തവ്യം. നന്ദി, നമസ്കാരം. ഹിന്ദുമതത്തിലെ അതിപുരാതന വിശുദ്ധ ഗ്രന്ഥങ്ങളായ വേദങ്ങൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ വേദകാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ആ കാലഘട്ടത്തിലെ സാമൂഹിക ഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ 4 വർണ്ണങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയായിരുന്നു അവ. ഒരു ഭാഗം പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തപ്പോൾ മറ്റു ഭാഗം യുദ്ധത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, മറ്റു ചിലർ കച്ചവടത്തിനും, മറ്റു ചിലർ സേവനം അനുഷ്ഠിക്കാനും അങ്ങനെയൊക്കെയായിരുന്നു തിരിഞ്ഞത്. ഇനി വിവാഹ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെ ബഹുഭാര്യത്വം മാത്രമല്ല ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്, ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നു. ഇനി സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് അടിച്ചമർത്തപ്പെടുകയും അടിച്ചമർത്തപ്പെട്ടവളായി മാറുകയും അല്ലെങ്കിൽ ചൂഷണത്തിനിരയാവുകയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും നമ്മൾ പോരാടുകയൊക്കെ ചെയ്യുന്ന ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എത്രയോ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടമായ വേദകാലഘട്ടത്തിൽ സ്ത്രീകളെ അത്യധികം ബഹുമാനിക്കുകയും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ദ്രാവിഡ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംബന്ധിക്കുന്നത്. കേരളം, തമിഴ്നാട്,
കർണാടക, തെലുങ്കാന ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയാണ് നാം ദ്രാവിഡം എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രാചീന തമിഴ് കൃതികളിലും പ്രാചീന മലയാളം കൃതികളിലും ശാസ്ത്രങ്ങളിലും ദ്രാവിഡ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനിക്ക് ചട്ടൻ, ചാത്തിരൻ, ഛാത്രൻ എന്നിങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അധ്യാപകനെ ഭട്ടർ എന്ന് വിശേഷിപ്പിച്ചു. മഹാഭാരതം വായിക്കുന്നവരെ മഹാഭാരത ഭട്ടർ എന്ന് വിശേഷിപ്പിച്ചു. ആയി രാജാവെ കരുനന്ദനം സ്ഥാപിച്ച പാർത്തൂരം ശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ സംഭാവനകൾ നൽകപ്പെട്ടു. കുടിപ്പള്ളിക്കുടങ്ങൾ, മണ്ഡപങ്ങൾ, മഠങ്ങൾ, മാടങ്ങൾ എന്നിങ്ങനെ കലാ സാംസ്കാരിക രംഗത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നിരവധി വിദ്യാലയങ്ങൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ വിദ്യാലയങ്ങൾക്കെല്ലാം ഒരു ചിട്ടവട്ടമോ ഉണ്ടായിരുന്നില്ല. ഒരു വ്യവസ്ഥയെ പാലിച്ചല്ല വിദ്യാലയങ്ങൾ നിന്നിരുന്നത്. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പ്രോത്സാഹനത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. പരമ്പരാഗത തൊഴിലിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഓരോ വിഭാഗക്കാർക്കും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ജൈനരുടെയും ബുദ്ധരുടെയും ആഗമനത്തോടുകൂടി ദ്രാവിഡ വിദ്യാഭ്യാസം ഇല്ലായ്മയാവുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കവിതാ പാരായണ മത്സരവേദിയിലാണ്. നമുക്ക് അല്പം കവിത കേൾക്കാം. പ്രാചീനതയുടെ പടർവേലി ചുറ്റി പടിഞ്ഞാറൻ കാറ്റിൽ കരുണ ദക്ഷിണ ദേശങ്ങൾ കണ്ടു വീഴുന്ന ദ്രാവിഡ സംസ്കാരം. പണ്ടൊരു കാലത്ത് നദികളോടൊപ്പം വന്നു പിറന്നു ജനങ്ങൾ. കാവ്യത്തിലുള്ള ഭാഷകൾ തെളിഞ്ഞി പാരമ്പര്യം. തുണിക്കടലാസും ചിറ്റരയും പോലെ ചിറകേറിയ സംസ്കാര ശില്പം. കല്ലിൽ കൊത്തിയ കഥകൾ മണ്ണിൻ്റെ മാറിലിടറി. നഗരങ്ങളുടെ നവയുഗം തുടങ്ങും മോഹൻജദാരോയ്ക്ക് സമാനമായി കൽക്കുറിപ്പുകൾ, തീരദേശങ്ങൾ പണ്ടത്തെ പൊൻകാല സാക്ഷ്യമായി. ബ്രാഹ്മിലിപികൾ താളങ്ങളാകുന്നു, താമര കണ്ണിയിൽ തോഴമുഖങ്ങൾ. പള്ളികൾ ഗോപുരങ്ങൾ നിൽക്കും ദക്ഷിണ കലയുടെ സാക്ഷ്യമായി. 44ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരങ്ങളുടെ 2ാം ദിവസമായി ഇന്ന് വേദി 3-ൽ അരങ്ങേറുന്നത് നാടക മത്സരമാണ്. നാടക മത്സര വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. വലിയ മരല്ലേ, അപ്പൊ അതിനുള്ള അത്ര വെയിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരവിടെ ഇരുന്നാ പഠിക്കുക. പിന്നെ മാളുവിന് ഇപ്പൊ എത്ര വയസ്സായി? മാളു 10 വയസ്സല്ലേ? പക്ഷെ അന്നത്തെ കുട്ടികളുണ്ടല്ലോ 8 വയസ്സാകുമ്പോഴത്തെ സ്കൂളിൽ പോകും. സ്കൂളിൽ പോകാതെ ചെയ്യാനറിയോ? അവർ പോയിട്ട് 12 വർഷത്തിന് ശേഷം അവർ തിരിച്ചു വരുള്ളൂ. വൈകുന്നേരം വീട്ടിലില്ല. പറ്റില്ല. എന്താ അല്ലേ? മാളാണെങ്കിൽ പോവില്ല. മാള് സ്കൂളിൽ പോകുന്ന സമയത്ത് മുടിയൊക്കെ കെട്ടിയിട്ട് പോലെ 2 ഭാഗത്ത് പിന്നെ കെട്ടി അല്ലേ? പക്ഷെ അന്നത്തെ കുട്ടികൾ എന്ത് ചെയ്യാനറിയോ? കുട്ടികൾ സ്കൂളിൽ പഠിക്കണമെങ്കിൽ മുട്ട അടിക്കുന്നതല്ല, എല്ലാവരും മുട്ടയടിക്കും. എല്ലാവരും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും എന്ത് ചെയ്യും? മുട്ട അടിക്കും. മാളോണിയായിട്ട് അടിച്ചിട്ട് അവൾ പഠിക്കാൻ പറ്റില്ല. പിന്നെ മാളൂന്റെ സ്കൂളിൽ അവര് മാളിന്റെ പേരിൽ വിളിക്കുക, മാളവിക വന്നോ ഇങ്ങനെ ചോദിക്കുക. പക്ഷെ അവിടുത്തെ കുട്ടികളെ പെൺകുട്ടികളായിട്ട് വിളിക്കുക ഭിക്ഷുണി. അതെന്താ? അപ്പൊ എല്ലാവരും അതായത് ആ സന്യാസിമാരെന്ന് പറയുന്നത് ഒരു ഭിക്ഷുണിയാണ്. മനസ്സിലായില്ല? ഭിക്ഷു ആ വസ്ത്രം ധരിച്ച ആളുകളൊക്കെ എന്താണ് വിളിക്കുന്നത്? ഭിക്ഷുണി എന്നാണ്. നാളെ സ്കൂളിൽ ചേർത്താൻ പോകില്ലേ?
എനിക്ക് വീട്ടിൽ പോണ, എനിക്ക് പഠിക്കണ്ട, എനിക്ക് പഠിക്കണ്ട. അച്ഛാ, ഹലോ? അമ്മ ഞാൻ ബുദ്ധന്റെ സ്കൂളിൽ കൊണ്ടാക്കണ്ട പറയാ. ഏത് സ്കൂളില് മാളു? ബുദ്ധന്റെ കുറിച്ച് പറഞ്ഞില്ലേ? നീ സ്വപ്നം കണ്ടതാ? നീ ഏത് സ്കൂളിൽ എന്നെ അവിടെ ചേർത്തിട്ടില്ല? പഠിപ്പിക്കണ്ട. ഇല്ല ഇല്ല ഇല്ല, മോളെ പേടിക്കാതെ തന്നെ പറഞ്ഞു. പോയിക്കോട്ടെ. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ഞാനാണ് മുത്തശ്ശി പറഞ്ഞ കഥയിൽ ബുദ്ധൻ. ഈ വരുന്നു നമ്മുടെ വിഹാരത്തിലേക്ക്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞതുപോലെ പഠിക്കാനുമുണ്ട്, ചെയ്യാനുണ്ട്, അവിടെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുമുണ്ട്. കുഞ്ഞ്, നീ ഭയപ്പെടുന്നത് പോലെയല്ല, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുമൊത്ത് ഒരുമിച്ച് നിന്ന് പഠിക്കാം, പാചകം ചെയ്യാം. അവിടെ പ്രകൃതിയിലാണ് എല്ലാ ജീവിതങ്ങളും. പുസ്തകങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ലോകത്തെക്കുറിച്ചും ലോകത്തിലെ ജനങ്ങളെക്കുറിച്ചും അവരുടെ അവസ്ഥകളെക്കുറിച്ചും എല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് പഠിക്കാം. ഇനി പോരുന്നു നമ്മുടെ വിഹാരമായ തക്ഷശിലയിലേക്കും നടന്തിയിലേക്കും. നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി എല്ലാവർക്കും അടുത്ത വർഷം കാണാം 65ാമത് സ്കൂൾ കലോത്സവ മത്സരങ്ങളിൽ.